നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. ചേലക്കര ശ്രീ അന്തിമഹാകാളൻകാവിൽ 23ാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ബ്രഹ്മശ്രീ ആറ്റുപുറം നാരായണൻ ഭട്ടതിരിപ്പാടാണ് യജ്ഞാചാര്യൻ. ക്ഷേത്രോപദേശക സമിതി രക്ഷാധികാരികളായ TS പരമേശ്വരൻ, U രാമചന്ദ്രൻ നായർ, പ്രസിഡന്റ് സുരേഷ് കുമാർ, സെക്രട്ടറി ശശിധരൻ, ട്രഷറർ ശ്രീകൃഷ്ണൻ, ക്ഷേത്ര മേൽശാന്തി രവി തിരുമേനി, ക്ഷേത്രം കോമ്പരം പ്രകാശൻ തുടങ്ങിയവർ നേതൃത്വം വഹിക്കും. ഹരേ രാമ 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 ഹരേ ഹരേ. 23ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ മാഹാത്മ്യപാരായണം നടക്കുന്ന ദിവസമാണെന്ന്. കഴിഞ്ഞ 2019-ലും 20-ലും 21-ലും നമുക്ക് ചില കാരണങ്ങൾ കൊണ്ട് സപ്താഹയജ്ഞം നടത്താൻ സാധിച്ചില്ല. എങ്കിലും സമിതിയുടെ നേതൃത്വത്തിൽ മൂലഗ്രന്ഥ പാരായണം നടത്തുകയുണ്ടായി. അതുകൊണ്ട് ഇതുവരെ മുടങ്ങാതെ ഈ പരിപാടി ഇവിടെ നടന്നിട്ടുണ്ട്. ചേലക്കരയിലെ ഈ അന്തിമഹാകാളൻകാവിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം എന്ന് പറയുന്നത് ഭക്തിയുടെ ഒരു മഹോത്സവമായി തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ പരിഗണിക്കുന്നത്. ഭാഗവതം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപം തന്നെയാണ്. കാരണം ശ്രീമദ് ഭാഗവതയ്ക്കോയം പ്രത്യക്ഷ കൃഷ്ണേവഹി എന്ന് പറയുന്ന ആ വാക്യം തന്നെ ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തെ ഊന്നി പറയുന്നു. വ്യാസഭഗവാൻ രചിച്ച ഈ ശ്രീമദ് ഭാഗവതം വിശ്വോത്തര കൃതികളിൽ ഒന്നാണ്. ഭാരതീയ സംസ്കാരം ലോകത്തിന് സംഭാവന ചെയ്ത ഏറ്റവും വലിയ ഒരു സംഭാവന, ആധ്യാത്മിക സംഭാവനയാണ് ശ്രീമദ് ഭാഗവതമെന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ഈ ഭാഗവതം ഉണ്ടാവാനുള്ള കാരണം, രചിക്കാനുള്ള കാരണം ശ്രീ വ്യാസഭഗവാൻ, അതായത് വ്യാസമഹർഷി. വ്യാസഭഗവാൻ എന്ന് പറയാൻ കാരണം വ്യാസൻ എന്ന് പറയുന്ന ശ്രീഹരിയുടെ അവതാരം തന്നെയാണ്. ആ വ്യാസഭഗവാൻ ഈ മഹാഭാരതം രചിച്ചു. അതുപോലെ തന്നെ വേദങ്ങളെ 4ആയി വിഭജിച്ചു. ഇതിഹാസങ്ങളും പുരാണങ്ങളും രചിച്ചു. എന്നിട്ടും വ്യാസന് മനസ്സംതൃപ്തി വന്നില്ല. അപ്പോൾ നാരദ ഭഗവാൻ വ്യാസനെ സന്ദർശിച്ച് പറഞ്ഞു, നിങ്ങൾ ശ്രീഹരിയുടെ അവതാരങ്ങൾ പ്രകീർത്തിക്കുന്ന മഹാഭാരതം രചിക്കൂ, അപ്പോഴേ നിങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാകുകയുള്ളൂ. അങ്ങനെയാണ് ശ്രീ വ്യാസൻ
മഹാഭാരതം ശ്രീമദ് ഭാഗവതം രചിക്കാനിടയായ കാരണം അതാണ്. ഈ 23ാമത് ശ്രീമദ് ഭാഗവത യജ്ഞം ഇവിടെ നടക്കുമ്പോൾ ഇതുവരെ ഈ വർഷവും ഈ മഹായജ്ഞത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇവിടുത്തെ അംഗീകൃത ക്ഷേത്രോപദേശക സമിതിയാണ്. ഇത് കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗീകരിച്ച ക്ഷേത്രോപദേശ സമിതി കഴിഞ്ഞ 23 വർഷമായിട്ട് ഇവിടെ നല്ല നിലയിൽ ഭാഗവത സപ്താഹയജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ യജ്ഞാചാര്യനായി നമ്മൾക്കിവിടെ ലഭിച്ചിരിക്കുന്നത് ഭാഗവതോത്തമനായ പരിണിതപ്രജ്ഞനായ യുവപ്രതിഭയായ ആറ്റുപുരം നാരായണൻ ഭട്ടതിരി അവർകളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ സഹയജ്ഞാചാര്യന്മാരായി വന്നിരിക്കുന്നത് നടുവട്ടം പരമേശ്വരൻ നമ്പൂതിരി, അതുപോലെ തന്നെ തോട്ടാമറ്റം അരുൺ കൃഷ്ണൻ നമ്പൂതിരി എന്നീ മഹാപ്രതിഭകളാണ്. നിരവധി സപ്താഹയജ്ഞങ്ങൾ നടത്തിയിട്ടുള്ള ഭാഗവതോത്തമന്മാരായ ഈ യുവപ്രതിഭകൾ വരുന്ന 7 ദിവസം ഇവിടെ ഭക്തിയുടെ ഒരു അമൃത വർഷം തന്നെ നടത്തും. പരിപാവനമായ അന്തിമഹാകളവിൻ്റെ അന്തരീക്ഷത്തിൽ തങ്ങളുടെ പ്രഭാഷണം കൊണ്ട് ഇവ സമ്പന്നമാക്കും. അതുപോലെ തന്നെ എല്ലാ ഭക്തജനങ്ങളും ഈ ഭാഗവത സപ്താഹയജ്ഞത്തിൽ പങ്കുകൊള്ളണമെന്നും ഭഗവാന്റെ അനുഗ്രഹം നേടണമെന്നും ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. 16 ദിവസവും രുക്മിണി സ്വയംവര ദിവസവും സമിതി പ്രത്യേക പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. രുക്മിണി സ്വയംവരത്തിന് കടുകശ്ശേരി ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ സ്വയംവര ഘോഷയാത്ര എന്ന് പറയുന്ന ആർഭാടപരമായൊരു ചടങ്ങ്, ആകർഷകമായൊരു ചടങ്ങ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതുപോലെ കൃഷ്ണാവതാരത്തിന് കുട്ടികളുടെയും സ്ത്രീകളുടെയും നൃത്തപരിപാടികളും കൈകൊട്ടിക്കളി തുടങ്ങിയ ഗ്രാമീണ നൃത്ത പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ക്ഷേത്രോപദേശ സമിതി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഭക്ഷണം ഏത് സമയത്തും ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ട്. കുടിവെള്ളമുണ്ട്. അത് ശൗചാലയങ്ങൾ മുതലായ സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രോപദേശ സമിതി ഇവിടെ ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഭക്തജനങ്ങൾ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തി ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം നേടണമെന്ന് ഞങ്ങൾ ക്ഷേത്രോപദേശ സമിതി വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. Hare
കലി സംതരണ മന്ത്രം, അതായത് കലികാലത്തിന് നമ്മൾ കടന്നു പോകാൻ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല നാമജപമാണ് ഈ ഹരേ രാമ നമ്മൾ ജപിക്കല്. അതുകൂടാതെ തന്നെ നമ്മൾ ഈ ഭാഗവതത്തിൻ്റെ ഇപ്പോൾ ഈ 2 വാക്ക് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നത് ഒരു പഴയ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ശ്ലോകമാണ്. അത് ഇങ്ങനെയാണ്: ഐ മുരളി മുകുന്ദസ്മേര വക്രാരവിന്ദ ശ്വസന മധുര സജ്ഞേ ത്വാം പ്രണമ്യ അത്യയാജി അധരമണി സമീപം പ്രാപ്യവത്യാം ഭവത്യാം കഥയ രഹസ്യകർണേ മദ്ദശാം നന്ദസൂനോ. അല്ലയോ മുരളി, ഓടക്കുഴലിനെയാണ് കവി അവിടെ പറയുന്നത്. ഓടക്കുഴലിനെ, എങ്ങനത്തെ ഓടക്കുഴലിനെ? ഐ മുരളി മുകുന്ദ സ്മേര വക്രാരവിന്ദ, അതായത് മന്ദസ്മിതം പൊഴിക്കുന്ന ആ ചുണ്ടുകളിൽ ചേർന്നിരിക്കുന്ന ആ മധുരമായ ശ്രീകൃഷ്ണന്റെ ശ്വാസം തട്ടി ഇരിക്കുന്ന അല്ലയോ മുരളി, അല്ലയോ ഓടക്കുഴലേ, ചെവിയുടെ അടുത്തേക്ക് വായിക്കുമ്പോൾ ചെവിയുടെ അടുത്തേക്ക് വരും. അപ്പോ എൻ്റെ കാര്യങ്ങളും കൂടി ഒന്ന് അല്ലയോ മുരളി പറയൂ എന്നാണത്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമ ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കർ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. കുട്ടികളവിടെ കൊണ്ടുവന്ന് കളിക്കാൻ കുഴപ്പമൊന്നുമില്ല, കളിക്കാൻ പോണതിൽ കുഴപ്പമില്ല, എന്നാലും നമ്മൾ കൊണ്ടുവന്ന് ഇരുത്തണം. എനിക്കൊക്കെ ഓർമ്മയുണ്ടോ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളുടെ അടുത്ത അമ്പലത്തിൽ സപ്താഹമൊക്കെ ഉണ്ടാകുമ്പോഴേ പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഓടി നടക്കും, കുട്ടികളല്ലേ ഓടി നടക്കും. ആ പ്രഭാഷണം ആകുമ്പോൾ ഇവിടെ കൊണ്ടുവന്നിരുത്തും, പിടിച്ചുകൊണ്ടുവന്നിരുത്തും. അപ്പോൾ പോയിരിക്കും. എന്താ കേൾക്കണമെന്ന് മനസ്സിലായിട്ടൊന്നുമല്ല, എന്തോ പറയണുണ്ട്, എന്തോ കേൾക്കണുണ്ട്. അങ്ങനെ കുറേ നേരം ഇരുന്ന് കേൾക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എണീറ്റ് പോവും. പാരായണ സമയത്ത് നമ്മൾ ഓടിച്ച് അങ്ങോട്ട് ചെന്നാൽ ചിലപ്പോൾ ചീത്തകുണി കേൾക്കും. നമ്മളവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും. കുട്ടികളാകുമ്പോൾ അങ്ങനെയാണല്ലോ, ബഹളം ഉണ്ടാക്കും. അത് ചീത്തകുണി കേൾക്കും. എൻ്റെ വല്യച്ഛനാണ് പാരായണം ചെയ്യണത്, അപ്പോൾ അതിനെ പേടിക്കാൻ ചീത്ത പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അല്ല. അപ്പം അങ്ങനെയാണ്. കുട്ടികളും പുറത്താനെ പറയും, കുഴപ്പമില്ല. എന്നാലും പ്രഭാഷണ സമയത്തൊക്കെ വന്നിരിക്കുക, കീർത്തനങ്ങൾ പാടുമ്പോൾ കൊണ്ടുവന്നിരുത്തുക. അവർ സംസ്കാരം അവർക്കുണ്ടാവും. അതിലേക്ക് നമ്മളൊന്ന് അടുക്കും അവർ കുറച്ച് നേരമൊക്കെ വന്നിരിക്കുമ്പോൾ. പിന്നെ രാവിലെ ആയാലും വരിക, കുട്ടികളെ കൊണ്ടുവരിക. രാവിലെ വന്ന് പരീക്ഷകാലമാണ് അറിയാം, എന്നാലും രാവിലെ വന്ന് തൊഴുതു പോവുക. കുറച്ച് നേരം 10 മിനിറ്റ് ഇവിടെ നിന്ന് കേൾക്കുക. രാവിലെ 6 മണിക്ക് ആരംഭിക്കുന്നൊക്കെയാണ് എഴുതിയേക്കണം. 6 മണിക്ക് ആരംഭിക്കാം അല്ലേ? ഉണ്ടാവില്ലേ 6 മണിക്ക്? നിങ്ങളെല്ലാവരും ഉണ്ടാവുമോ 6 മണിക്ക് തുടങ്ങിയാൽ? ഇല്ലേ? 6 മണിക്ക് സഹസ്രനാമത്തോടു കൂടി ആരംഭിക്കുന്നതാണ് നിശ്ചയിച്ചിട്ടുള്ളത്. 6 മണിക്ക് ആരംഭിക്കാം. നോക്കാം ആരൊക്കെ ഉണ്ടാവും നോക്കാം അല്ലേ? എല്ലാവരും ചിരിക്കുന്നുണ്ട്. ഒറ്റ ആൾ വരാൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ലേ? രാവിലെ വരിക, 6 മണിക്ക് തന്നെ വരിക അല്ലേ? രാവിലെ വന്ന് ഇതിലൊക്കെ പങ്കെടുത്ത് കുട്ടികളൊക്കെ കൊണ്ടുവരിക. കുറച്ച് നേരം ആ സഹസ്രനാമം ചൊല്ലി കൂട്ടപ്രാർത്ഥന കഴിഞ്ഞ് ദീപാരാധന ചെയ്ത് കഴിഞ്ഞാൽ അവർ പോയിക്കോട്ടെ, അവർ പോയിക്കോട്ടെ. അതുവരെങ്കിലും അവരെ കുറച്ച് നേരം പങ്കെടുപ്പിക്കാം. 6, 6:45 ആകുമ്പോഴത്തേക്കൊക്കെ കഴിയും. ദീപാരാധന കഴിഞ്ഞ് അവർക്ക് പോവാം. രാവിലത്തെ ഇത് കഴിഞ്ഞ് കൂട്ടപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവർക്ക് പോവാം. കൊണ്ടുവരാം അവരൊക്കെ പങ്കെടുപ്പിക്കുക. ഇനിയുള്ള 7 ദിവസങ്ങളിലാണ് നമ്മൾ ഭാഗവതം കേൾക്കുക. ഇനി 7 ദിവസം നമ്മൾ പാരായണം ചെയ്യുന്ന ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം, ഭാഗവതത്തിൻ്റെ മാഹാത്മ്യമല്ല ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ കേൾക്കാൻ പോണത്. ഭാഗവത സപ്താഹത്തിൻ്റെ മാഹാത്മ്യമാണ്. ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം പറയുക എന്ന് പറഞ്ഞാൽ അല്ലേ, നമ്മളൊന്നും അതിന് മുതിരാണ്ടിരിക്കുകയാണ് നല്ലത്. വിട്ടിത്തല്ലേ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം പറയാൻ പുറപ്പെടുക. ഭഗവാന്റെ മാഹാത്മ്യം പറയണ പോലെയാണ് അല്ലേ? ശ്രീശുഖൻ പോലും അത് പറയാൻ പുറപ്പെട്ടിട്ടില്ല. പിന്നെ നമ്മളൊന്നും അല്ലേ പറയാൻ പുറപ്പെട്ടാൽ നമ്മൾ വിഡ്ഢികളാണെന്ന് അതിനർത്ഥം
അല്ലേ? ഭാഗവതത്തിൻ്റെ മഹാത്മ്യം അങ്ങനെയല്ല, ഭാഗവത സപ്താഹത്തിനൊരു മഹാത്മ്യമുണ്ട്. 7 ദിവസമായിട്ട് പാരായണം ചെയ്യുന്നതിന് ഒരു മഹാത്മ്യമുണ്ട്. അതാണ് മഹാത്മ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കണത്.